കലാതിലകവും കലാപ്രതിഭയുമായ ആര്യം അർജുനാണ് നമ്മോടൊപ്പം അതിഥികളായുള്ളത്. അവരുടെ വിശേഷങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അർജുൻ കുച്ചിപ്പുടി പെർഫോം ചെയ്തിരുന്നു നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിന്. അപ്പോൾ കുച്ചിപ്പുടിയിൽ ഫസ്റ്റ് തന്നെയായിരുന്നു നല്ല അപ്പോൾ കുച്ചിപ്പുടി സാധാരണ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഈ ഭരതനാട്യത്തിനൊക്കെ സിമിലർ ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമിൽ ഈ തട്ടവും മൊന്ത അതിൻ്റെ കറക്റ്റ് വാക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അർജുൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പിലാണ് വന്നത്. ആഹാര്യം എന്താ പറയാൻ, ഞാൻ ചെയ്തത് അർദ്ധനാരീയ താണ്ഡവമാണ്. കുച്ചിപ്പുടിയിൽ ആഹാര അഭിനയത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വേഷം അതുപോലെ എടുത്ത് തന്നെ ചെയ്യാം. അപ്പം ഞാൻ പകുതി ശിവനും പകുതി ശക്തിയുമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു വെറൈറ്റി ആണ്. ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല, ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. എനിക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഫസ്റ്റ് കിട്ടിയതൊന്നുമല്ല, ഞാനത് ആദ്യമായിട്ട് ചെയ്ത്. ഇപ്പോൾ ഉള്ളതിൽ ഭരതനാട്യത്തിൽ ലെജൻഡ് എന്ന് പറയുന്നത് CV ചന്ദ്രശേഖരൻ സാറുണ്ട്. സാറിൻ്റെ മുമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷം എനിക്ക് ഫസ്റ്റ് ഉണ്ട്. അവിടെ ചെയ്തത് നരസിംഹാചാര്യ സാറിൻ്റെ മുന്നിലും മഞ്ജു ഭാർഗവി മാമിൻ്റെ മുന്നിലും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ സ്കൂൾ കലോത്സവത്തിലും മുൻപ് 3 വർഷം പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, ഞാൻ ഹൈസ്കൂൾ കയറിയ തൊട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 8ാം ക്ലാസ് മുതൽ മത്സരിച്ചു. എന്നിട്ടാ സ്റ്റേറ്റിലൊക്കെ സമ്മാനം കിട്ടി തുടങ്ങിയത്? 8ാം ക്ലാസ് തൊട്ടേ ഉണ്ട്. പക്ഷേ 8ാം ക്ലാസ്സിൽ ഫോക്കിന് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അടുത്ത വർഷം ടോപ്പ് സ്കോററായിരുന്നു. 2 ഫസ്റ്റും 1 സെക്കൻഡും. കുച്ചിപ്പുടിയും ഫോക്ക് ഡാൻസ് ഫസ്റ്റ് ആയിരുന്നു, ഭരതനാട്യം സെക്കൻഡ് ആയി. ഈ കലാപ്രതിഭ എടുത്ത് മാറ്റിയതിനു ശേഷം ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നവരെയും ഇതുണ്ടായിരുന്നു, കലാപ്രതിഭയും തിലകവും ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലേക്ക് ഞാൻ കയറിയ വർഷം. പക്ഷെ ആവശ്യമൊക്കെ ഇപ്പൊ കോളേജ് ഫസ്റ്റ് ഇയർ എത്തിയപ്പോ മാറിയിട്ടുണ്ടാവുന്ന കാര്യം. അപ്പൊ ഈ അർദ്ധനാരീശ്വരൻ ചെയ്യാൻ നേരത്തെ അപ്പൊ അതിലും ഈ നമ്മളിപ്പോ നേരത്തെ ശൃംഗാരം കാണിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതെ, അതില് ഈ ശിവനും ശക്തിയും തമ്മിലുള്ള ഒരു ചെറിയ തോതിലുള്ള ഒരു മത്സരമുണ്ട് ഈ നവരസം വെച്ചുകൊണ്ടുള്ള. അപ്പൊ അങ്ങനെ ഒരു സംഭവം അതിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒന്നാവുന്നതായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ നമ്മളിപ്പോ കോസ്റ്റ്യൂമിൽ ഈ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നമ്മൾ ശിവന്റെയും മറ്റേ സൈഡിൽ ശക്തിയുടെയും ആയിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു കോസ്റ്റ്യൂമിൽ പെർഫോം ചെയ്യാൻ നേരത്ത് പാടുണ്ടാവില്ലേ? ആദ്യത്തെ തവണ ചെയ്തത് പാടായിരുന്നു, പിന്നെ ചെയ്ത് ഒരു പ്രശ്നമില്ല. അത് ആ വിഗൊക്കെ സെറ്റ് ചെയ്യുമ്പോ നല്ല പാടാ. ഒരുപാട് സ്ലൈഡ് കയറും തലയിൽ, അതിനെ ഈ മുടി ഇങ്ങനെ വളർത്തിയിരിക്കും. ഇപ്പോ ശിവന്റെയും ശക്തിയുടെയും ശൃംഗാരം കൂടി കുച്ചിപ്പുടിയില്. ഓക്കെ, ആദ്യം ശക്തിയുടെ ചെയ്യാം. ശക്തി. അപ്പൊ എല്ലാം കൂടെ പഠിക്കുമ്പോ എങ്ങനെയാ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അത് ഈ 3 പഠിപ്പിക്കുന്ന സനൽ സാറാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആ രീതിയിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ സാർ അപ്പൊ വഴക്ക് പറയും. പിന്നെ കഥകളി സാറാണെങ്കിൽ അടി തരും, അത് ഉറപ്പാ. അപ്പോ ഒരിടത്തും നമ്മളതനുസരിച്ച് ചെയ്യും. കഥകളി സാർ രാവിലെ കാണുന്നുണ്ടോ കേട്ടോ? ആര്യ റിയാലിറ്റി ഷോസിൽ കുറേ പങ്കെടുത്തതിലൊക്കെ സെമി ഫൈനൽ വരയ്ക്കുമൊക്കെ എത്തിയതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഈ ഒരു റിയാലിറ്റി ഷോ ജഡ്ജും കൂടി ആയ സുജാത ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് സമ്മാനം ഏറ്റുവാങ്ങിയത്. അപ്പം അവിടെ കിട്ടാത്തത് ഇവിടെ കിട്ടിയപ്പോൾ ഒരു എന്താ തോന്നിയത്? വളരെയധികം സന്തോഷമുണ്ട്. സുജാത ചേച്ചി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എങ്കിലും ഇതുപോലൊരു സമ്മാനം വാങ്ങിക്കാൻ ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. മാത്രമല്ല, സുജാത ചേച്ചി അന്ന് ഒരു സസ്പെൻസ് പോലെയായിരുന്നു. ചേച്ചി അന്ന് എന്താ സമാപന സമ്മേളനത്തിന് ഗസ്റ്റ് എന്ന് അറിഞ്ഞതൊരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ ആയിരുന്നു. അതിലും വളരെ സന്തോഷം. അതും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യം പോലെയാണ് ഇത്തവണ കലാതിലക പട്ടം കിട്ടിയത്. മാർ ബെസീലിയസ് കോളേജിലല്ലേ അർജുൻ പഠിക്കുന്നത്? അപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ ബെസീലിയസിന് കിരീടം കിട്ടുന്നത്? അപ്പോൾ എങ്ങനെയാ ഒരു കോളേജിൽ നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാ? ഇപ്പോൾ കിരീടം കിട്ടിക്കഴിഞ്ഞപ്പോഴും അതിന് മുൻപും ഉള്ള രീതിയിൽ ഉള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ശരിക്കും ഇത്തവണ ഞങ്ങൾക്ക് കിരീടം അവസാനം വരെയും ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. ഞങ്ങൾ
ഭയങ്കര ടെൻഷനിലായിരുന്നു ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ. പക്ഷേ ദൈവഭാഗ്യത്തിന് കിരീടം കിട്ടി, അതേസമയം എനിക്ക് കലാപ്രതിഭയും കിട്ടി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അവിടെ ഒരു ടീം വർക്കായിരുന്നു ഞങ്ങളുടെ. പിന്നെ അതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ജോജി സാറാണ്. ജോജി സാർ ഉള്ളതുകൊണ്ടാണ് ആ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്നൊന്നാമത് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഭയങ്കരമായിരുന്നു. പിന്നെ അവിടെ ആർട്സ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുവന്നൊരു കോളേജ് അതാണ്. അർജുന് സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നല്ലേ? ഉണ്ട്. എനിക്ക് ഇന്ന് മുതലേ സ്പെഷ്യൽ ക്ലാസ് ആണ്. കോളേജ് അടച്ചിട്ടും ക്ലാസ് എടുക്കുക? അതെ, ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് കഴിഞ്ഞു. പക്ഷെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും എനിക്ക് വേണ്ടി ഇനിയിപ്പം വന്ന് പഠിപ്പിച്ചു തരും. ശരിക്കും അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മാതൃകയാവണം ആ ഒരു കാര്യം. അവിടുത്തെ അച്ഛൻ വിൽസൺ അച്ഛൻ ഒരുപാട് എൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി വിൽസൺ അച്ഛൻ എല്ലാ തിരക്കുകളും ഒഴിവാക്കി വന്നിരുന്നു. പിന്നെ എൻ്റെ എല്ലാ പെർഫോമൻസും കണ്ട ജോജി സാറുണ്ട്. പിന്നെ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി റമിൽ ചേട്ടൻ, ശ്യാം ചേട്ടൻ, ഷെഹനാസ് ചേട്ടൻ, എല്ലാവരും. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മളിങ്ങനെ നൃത്തവും സംഗീതവും ഒക്കെ ചെറുപ്പത്തിലെ തൊട്ടേ അഭ്യസിച്ച് വരുന്നവർ, അതിലേക്ക് തന്നെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് ചെയ്ത് കാണാറുള്ളത്. അപ്പോൾ ആര്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആര്യ ഇപ്പോൾ ഇംഗ്ലീഷ് ആണ് MA ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അർജുൻ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് അപ്പോൾ ഇത് വളരെ എന്തായിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കൊന്ന് ആദ്യം ആര്യോട് തന്നെ ചോദിക്കാം, ആര്യ എന്താണ് ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ എടുത്തത്? എല്ലാവരും ആദ്യമേ സംഗീതത്തിൽ ഇങ്ങനെ താല്പര്യമുണ്ട്, ഇങ്ങനെ റിയാലിറ്റി ഷോസിലൊക്കെ എല്ലാവരും ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചു തന്നെ സംഗീതം തന്നെ മെയിൻ എടുത്ത് പഠിക്കണം, മ്യൂസിക് കോളേജിൽ ചേരണം എന്ന് എല്ലാവരും നിർബന്ധിച്ചു. പക്ഷേ എനിക്ക് സംഗീതം എടുത്ത് മുന്നോട്ട് വന്നവരെ കുറേ പേര് ഞാനിങ്ങനെ അവരെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ, പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒന്നീ ടീച്ചിങ്ങിൽ കോളേജുകളിലൊക്കെ കയറി ടീച്ചറാവാം, പക്ഷേ അവരുടെ വോയിസൊക്കെ അങ്ങനെ പോവും. കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് അവർക്കൊരു അങ്ങനെ ഒരു ഉയർച്ച വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇതാകുമ്പോൾ പ്രൊഫഷൻ, എനിക്ക് വേറൊരു ടീച്ചിങ് ആണ് എനിക്ക് താല്പര്യം. അപ്പോൾ ടീച്ചിങ് ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് സംഗീതത്തിൽ കൂടുതൽ പഠിച്ച് വലിയൊരു ഗായിക ആവണം എന്നാണ് ഒരു ജോലി ഉണ്ടാക്കിയിട്ട് അതിന് കൂടെ തന്നെ സംഗീതം കൂടെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അർജുന ഇതുപോലെ തന്നെയാണോ? എന്താണ് അർജുന എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കാനുള്ള ഒരു റീസൺ? ബേസിക്കലി എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് ആദ്യം താല്പര്യമില്ലായിരുന്നു സത്യം. ഞാൻ ഡിഗ്രിക്ക് പോകാനായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞ് കലാക്ഷേത്രയിൽ പോകണം, ഇതൊക്കെയായിരുന്നു എൻ്റെ അംബിഷൻ. പക്ഷേ മാരുവാനിസിലാണ് കൊടുത്തത്. അവിടുത്തെ എനിക്ക് അഡ്മിഷൻ തന്നില്ല. ഞാൻ അപ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. അങ്ങനെ ജോജി സാറിനെ പരിചയപ്പെടുന്നത്. ജോജി സാർ പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നീ ധൈര്യമായിട്ട് വാ, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. അച്ഛനും പറഞ്ഞു, പിന്നെ അതാണ് നല്ലത്, നീ അങ്ങോട്ട് ചെല്ല്. ജോജി സാറിനെ ഞാൻ പരിചയപ്പെടാൻ അതിനും കാരണം സാറാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് എന്നാലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബെസേലിയസ് ആണ് എനിക്കെല്ലാം. അല്ല, ഇപ്പോൾ ഇവാനിസിൽ അഡ്മിഷൻ കിട്ടാത്തതിന്റെ ഒരു വിഷമമൊക്കെ മാറിക്കാണല്ലേ? അവരുടെ അടുക്കുന്ന കിരീടവും അവരുടെ അടുക്കുന്ന എല്ലാം ബെസേലിയസിനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ. ഇനി നമ്മളിപ്പം ഗസ്റ്റിൽ കേട്ടു, നമ്മൾ ശ്യാം സാറിൻ്റെ ഒരു പാട്ടും ഒക്കെ കേട്ടു. ഇനിയിപ്പം മാപ്പിളപ്പാട്ട് അത്രയ്ക്ക് അങ്ങനെ നമ്മളുടെ ഷോയിൽ ആരും ഇതുവരെ ഒന്ന് മാപ്പിളപ്പാട്ട് പാടിയിട്ടില്ല എന്നപ്പോൾ ഞാനും ഒരു യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ ഞാൻ കുഞ്ഞുനാളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്തവണയാണ് ഞാൻ ശരിക്കും മാപ്പിളപ്പാട്ട് പാടുന്നത്. പക്ഷെ ഒരു 60ഓളം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു മത്സരിക്കാൻ. അപ്പോൾ അത് കൂടുതലും മുസ്ലിംസ് തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ തനതായ രീതിയിൽ അവർ അറബിയൊക്കെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് പാടിയപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ ഞാനൊരു വേദിയിൽ ഇതിന് മുന്നേ പഠിച്ച് പാടിയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ഞാൻ ഇവിടെയും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആവശ്യമൊന്നും ഉണ്ടായില്ലല്ലേ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്? മൊയ്ൻകുട്ടി വൈദ്യൻ്റെ ഒരു മാപ്പിളപ്പാട്ടാണ് ഞാൻ പാടിയത്. യേശീനോർ മുട്ടുമൊരശടി താശികളും തമ്പാറടി മേളം എമ്പും ബിളി കൊമ്പൊടു ബമ്പൊടു ചങ്കൊടു ചൂളകളും ബിളി ബിളിയേറ്റം സാരംഗികളും തക്കിർദാരമിരാഗമിനാർ. യേശീനോർ മുട്ടുമൊരശടി താശികളും തമ്പാറടി മേളം എമ്പും ബിളി കൊമ്പൊടു ബമ്പൊടു ചങ്കൊടു ചൂളകളും ബിളി ബിളിയേറ്റം സാരംഗികളും തക്കിർദാരമിരാഗമിനാർ.
എങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ചാൽ വാക്കുകൾ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വാക്കുകളുടെ ഒരു നിര തന്നെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ അർത്ഥം മനസ്സിലാക്കിയേ, അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയാണോ പഠിച്ചത്, അതോ ജസ്റ്റ് ലിറിക്സ് മാത്രം? ഇല്ല, ജസ്റ്റ് ലിറിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു മലയാളം അല്ല, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കുമ്പോൾ. പക്ഷേ എങ്കിലും കുറേ പാടി പ്രാക്ടീസൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുവിധം ശരിയായി. ആര്യ പാട്ടുകാരി, ഗായിക എന്നുള്ള നിലയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ നൃത്തവും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് നൃത്തത്തിൽ നിന്നെങ്കിലും? സ്കൂൾ യുവജനോത്സവ വേദികളിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഡാൻസിന് തന്നെയായിരുന്നു. എന്നെ റിഗാറ്റ ഗിരിജ ടീച്ചറിന്റെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പഠിക്കുന്നില്ല. ഒരു +2 ഒക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ ഞാൻ റിയാലിറ്റി ഷോസിൽ പാട്ടിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാട്ടിലേക്ക് തിരിഞ്ഞതാണ്. ഓഹോ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഡാൻസിന് എന്തെങ്കിലും പഠിക്കണം എന്ന് ഇനി ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ജോലിയൊക്കെ ആയിട്ട് പിന്നെ ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ആഗ്രഹമുണ്ട്. നൃത്തം ഏത് നൃത്തരൂപമാണ് പഠിച്ചത്? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ പഠിച്ചിട്ടുണ്ട്. മത്സരിച്ചിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന്, സ്റ്റേറ്റ് കലോത്സവം വരെ പോയിട്ടുണ്ട്. ഏത് വർഷം തൊട്ട് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി? ഞാൻ യു പി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ മത്സരിക്കുന്നുണ്ടായിരുന്നു. ഹൈസ്കൂൾ ലെവലിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള ഡാൻസ്, നൃത്തേതര ഐറ്റങ്ങളിലൊക്കെ കൂടുതൽ സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കഥാപ്രസംഗം, കഥകളി സംഗീതം 2 ഇവന്റിനും എനിക്ക് 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു +2 വരെ മാറി തിരിഞ്ഞും 1st, 2nd സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ചിത്രം വരയ്ക്കുക, അങ്ങനെ താല്പര്യങ്ങൾ ഒരുപാട്? ചെറുതായിട്ട് വരയ്ക്കുകയും ചെയ്യും. അപ്പൊ വരയുമ്പോ ഇതുപോലെ തന്നെ ജോലി കിട്ടിയിട്ട് ഇനി വരയ്ക്കാനാണോ?